ട്രിപ്പൊക്കെ സൂപ്പറേനു. അതെയോ? ഞാൻ രണ്ട് CB പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ ചിക്കൻ ബിരിയാണി കഴിക്കൂലേ? MB കൂടുതൽ ഇഷ്ടം. മട്ടൻ ബിരിയാണി. CB കഴിക്കൂ സർ. ഇതിലെന്താണോ മുട്ടയില്ലാത്ത? ഇവിടെ മുട്ട വെക്കില്ല സർ. ഇവിടുത്തെ കോഴികളൊന്നും മുട്ടയിടൂല? അറിയില്ല സർ, ഞാനിവിടെ പുതിയ ആളാ. അടുക്കളയിൽ പോയി 2 മുട്ട എടുത്തിട്ട് വാ. ശരി സർ. ഒയിങ്ങിയ ആ ആ പിന്നെ എന്താ കിട്ടുന്ന പാവാടെ അല്ല. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കാണുന്നത് മോശമെന്നാ പണ്ടുള്ള ആൾക്കാർ പറയാം. പക്ഷെ എല്ലാം ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ജയശേട്ടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ജയശേട്ടൻ പീസ്ഫുള്ളായിട്ട് കേൾക്കണം. ഒട്ടും എജിറ്റേറ്റഡ് ആവരുത്. അത് എനിക്കൊരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. മനസ്സിലായി. ഫ്രാങ്ക് ആണല്ലേ? എടുത്തു ക്യാമറ എടുത്തു. പ്രാങ്ക് ഒന്നുമല്ല, സത്യമായിട്ടും മരിച്ചുപോയ എൻ്റെ അമ്മമ്മയാണ് സത്യം. ജയശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്റെ വായിൽ എന്തേലും ഉണ്ടം പൊരിയും. മണ്ഡപവും ബുക്ക് ചെയ്ത് കല്യാണം കത്തുമടിച്ച് നാട്ടുകാർ മൊത്തം വിളിച്ചതിന് ശേഷം തോന്നിയ ദിവസം പറയാ എനിക്ക് എന്റെ പുറക്കാരോട് പറഞ്ഞുകൂടേനോ? അറ്റ്ലീസ്റ്റ് എന്നെ ഇഷ്ടമല്ലെന്നെങ്കിലും പറഞ്ഞുകൂടേനോ? ഏട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷെ അതിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞത്. LKG തൊട്ട് എൻ്റെ ഒപ്പരം പഠിച്ച ആളാ. ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ഒന്നായിരുന്നു. ഇഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള പാട്ട്, ഇഷ്ടമുള്ള നിറം, അങ്ങനെ അങ്ങനെ. ഏത് നായി അത്? കൃഷ്ണ, പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ അന്ന് വയനാട്ടിലേക്ക് ആ ട്രിപ്പ് പോയെ. അന്നവിടെ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ പ്രണയത്തിന് മഴവില്ലിൻ്റെ അഴകാണെന്ന്. ഇതാ സർ, സാറിന്റെ പുഴുങ്ങിയ മുട്ട. ചേട്ടാ, ഞങ്ങളുടെ പ്രണയത്തിന് ജയശേട്ടനെതിരെ നിൽക്കരുത്. എന്നെ ഇഷ്ടമായില്ലെന്നേ വീട്ടിൽ പറയാവൂ. ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചേട്ടൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ രണ്ടുപേരും ഞാൻ മൊണ്ണനാന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ ഐഡിയ അല്ല എനിക്ക് മനസ്സിലായി. നല്ല തിരക്കുള്ള റെസ്റ്റോറന്റിൽ കൊണ്ടുവന്ന ഞാൻ ഒച്ചപ്പാടാക്കൂലെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്തായാലും ഇന്നെ എനിക്കിനി വേണ്ട. കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ളൂ. എന്നെ പെറ്റ അമ്മയാണ്, മാമ്പർത്ത ഭഗവതിയാണ്. ഇന്നോട് ഞാൻ പുറത്താലും തറവാട്ട് പറഞ്ഞ പെമ്പിളറെ കൈയും കലാശം കാണിച്ച് വശീകരിച്ചു കൊണ്ടുവന്ന മൂലവി ഇന്നോട് ഞാൻ പൊറുക്കൂല. എല്ലാം വെള്ളം കിട്ടാണ്ട് ചാവണേ, വെള്ളം കിട്ടാണ്ട് ചാവും. Men don't cry. Don't cry. ധൈര്യം നിൽക്കുന്നില്ലല്ലോ. ഞാൻ വീഴൂല. മാമ്പ്രത്തെ ശേഷം വീഴാൻ പാടില്ല. ഞാൻ വീഴൂല.
പറഞ്ഞിനി. എനിക്ക് ഓളെ ഇഷ്ടായിട്ടേ എനിക്ക് എന്തും ചെയ്യാന്നാ. എടാ ചെയ്യേ. നീ ആരാന്ന നിന്റെ വിചാരം? ഓന്റെ 100 കണ്ടീഷനും 1000 ഡിമാൻഡ്സും. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതുവരെ നീ മര്യാദയ്ക്ക് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാ? യേശേ, നീ കാണിച്ച ശുദ്ധ തോന്നിയ സാർ കുട്ടീനെ വേണ്ടാന്ന് വിളിച്ചു പറയാൻ. ഇനി ഇത് ഒറ്റ കുറപ്പിച്ച കല്യാണമൊന്നുമല്ല. ഞാള് കുറച്ച് ആൾക്കാർ ഇടപെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് എന്താ കാര്യം എന്നുള്ളത് ഞാളോടും കൂടെ പറയണം. അതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. എടാ ഇതാ പോയി. എന്താണ്? താങ്ക് യു ചേട്ടാ. നിങ്ങൾ ഈ കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഓൾ അമ്മൂമ്മേന്റെ നന്ദി. കല്യാണം ഉറപ്പിച്ച പെണ്ണ് വേറൊരു പെണ്ണുമായിട്ട് കൊളുത്തിരിക്കാന്ന് എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ എന്നെ തന്നെ വൈറലാക്കാൻ ഉദ്ദേശിച്ചില്ല. വെച്ചിട്ട് പോണേ. മോനെ ജയേ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്റെ പെരടിക്കൊന്നും കയറാൻ നിങ്ങൾ പോയട്ടെ. അല്ലടാ, എനിക്ക് പഠിപ്പും വിവരവും ലോകപരിചയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടെന്നാ വേണ്ട. 70 വയസ്സ് കഴിയാൻ വന്ന എന്റെ അച്ഛനെ നീ ഓർത്താ. അത് പോട്ടെ, 38 കഴിഞ്ഞ എനിക്ക് കല്യാണ യോഗം ഇല്ല എന്നുള്ള കാര്യം നീ ഓർത്താ? ഇല്ല ഇല്ല. അതിന് ഓൻ പുതിയ വല്ല കണ്ടീഷനും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എനിക്ക് ഒന്ന് ഏട്ടൻ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലെന്നാ. മൂപ്പർ ഉദ്ദേശം വേറെന്തല്ലോ ആന്ന്. എടാ 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 ജയേ, എടാ അവിടെ ഇക്കടായിരുന്നു. എന്ത് പറഞ്ഞാലും ഇതൊക്കെ പൊറ്റിയെടുത്ത് ഇറങ്ങിക്കോളൂ. എടാ നീ വേണ്ടാത്ത വിചാരിച്ച് നടന്നാലുണ്ടല്ലോ എന്റെ അമ്മേന്റെ ഇളയമായിപ്പോ ഇല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടാവും കട്ടുപ്പട്ടി. എന്നാലും മോനെ പത്മിനി ഗുണങ്ങളെല്ലാം ഇല്ല ഒരു മോളല്ലേ നോള്. നിങ്ങളെ ഒലക്കേലൊരു കോടാങ്കി ശാസ്ത്രം. ചെറുപ്പത്തിലെ ഓരോ ലൊട്ടെ പഠിപ്പിച്ച് തന്നിട്ട് പത്മിനിയിലല്ല പത്മനാഭനെ ഞാൻ കെട്ടാൻ പോന്നെ. മോനെ മോനെ ജയേ, എടാ അവിടെ നിക്കടായിരുന്നു. ഞാനിനി എനിക്ക് പെണ്ണെന്ന് നോക്കട്ടാ. ആരെ കെട്ടണം, എപ്പ കെട്ടണം, എങ്ങനെ കെട്ടണമെന്ന് ഇനി മാമ്പറത്തെ ജയേഷ് തീരുമാനിക്കും. നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യും. ഇതൊക്കെ അപ്പുറത്തന്നെ കുഴിച്ചിടാൻ പറ്റിയൊരു സ്ഥലം നോക്കി നോക്ക്. പത്മിനീനെയല്ല പത്മനാഭനെയാ കെട്ട്.